അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വചനഭാഗം. മഹിമ കണ്ട സാക്ഷികൾ. പത്രോസ് തന്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ട് അനുഭവിച്ച സംഭവം തന്റെ ലേഖനത്തിൽ കുറിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് കെട്ടുകഥകളെ പ്രമാണമാക്കിയല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നതുകൊണ്ടത്രേ. ഇത് പറയുന്നത് പത്രോസാണ്. സാധാരണ ചില മനുഷ്യർ മറ്റുള്ളവരാരെങ്കിലും അനുഭവിച്ച അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ സൗഖ്യമോ വിടുതലോ മറ്റൊരാളോട് അവർ പറഞ്ഞ് അറിയുന്നത് പോലെയല്ല ഞങ്ങൾ അറിഞ്ഞത്, ഞങ്ങൾ നേരിട്ട് കണ്ടതാ. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ താബോർ മലയിലേക്ക് യേശു തന്റെ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് കടന്നു പോവുകയാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യേശു കർത്താവ് പെട്ടെന്നാണ് രൂപാന്തരം പ്രാപിക്കുവാൻ ഇടവരുന്നത്, തേജസ് കൊണ്ട് നിറയുന്നത്. ഇത് കണ്ടാണ് പത്രോസ് ഈ ലേഖനം എഴുതുവാൻ ഇടവന്നത്. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിനെ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് നമ്മൾ അവന്റെ തേജസ്സിനെ കാണാൻ ഇടവന്നു. ഒരിക്കൽ പൗലോസ് തന്റെ ജീവിതത്തിൽ വാഹനമൃഗത്തിന്റെ മുകളിൽ കയറി ദമാസ്കസിലേക്കുള്ള യാത്രമധ്യേ അവൻ താഴെ വീഴുകയും പെട്ടെന്ന് ഒരു വലിയ പ്രകാശം വന്ന് അവനിൽ നിറയുവാൻ ഇടവരികയും ചെയ്തു. അവൻ ആ പ്രകാശം കണ്ടു. അത് കർത്താവായിരുന്നു. ആ കർത്താവ് അവനോട് സംസാരിച്ചു, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാനെന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൽ തന്നെ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ അവനെ കണ്ട് അവന്റെ കൃപയെ അനുഭവിച്ചവരാണ്, മഹിമ കണ്ട സാക്ഷികളാണ്. സ്വർഗം തുറക്കുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം വചനത്തിൽ നമുക്ക് കാണാൻ. ഞാൻ എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഈ ഒരു അനുഭവത്തിന്റെ കൂടെ അവിടെ 3 പേരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോശ, ഏലിയാവ്, യേശുവിനെ കാണാൻ കഴിയുന്നു. പഴയ നിയമ ന്യായപ്രമാണത്തിന്റെ നേതാവായിരിക്കുന്ന മോശയെയും പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനെയും കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇത് കണ്ട പത്രോസും പെട്ടെന്നാണ് തേജസ്സിന്റെ മേലുള്ള തേജസ്സിനെ കണ്ട് അവർ ബോധരഹിതരായി താഴെ വീഴാൻ ഇടവരുന്നത്. ഇത് കാണാനുള്ളൊരു ഭാഗ്യം വേണം പ്രിയമുള്ളവരെ. കണ്ടവർ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു കെട്ടുകഥ പോലെ ആരെങ്കിലും പറഞ്ഞതല്ല. ഞങ്ങൾ കണ്ട് കേട്ട് അനുഭവിച്ച ജീവന്റെ വചനമായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുവാൻ ഇടവന്നതെന്ന് പത്രോസ് പറയുമ്പോൾ, ആ താബോർ മലയിൽ അനുഭവിച്ച ദൈവിക തേജസ്സിന്റെ കൃപ ഒരിക്കലും മാറിപ്പോകാത്ത വണ്ണം ആദിമസഭയിൽ അപ്പസ്തോലന്മാർ അനുഭവിച്ച കൃപയുടെ അനുഭവത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ അവനെ കണ്ടനുഭവിച്ചതാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും കർത്താവ് പറയുകയാണ്, കണ്ടനുഭവിക്കുന്നെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. തേജസ്സിന്റെ മേലുള്ള തേജസ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്നൊരു കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയുണ്ടോ, അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. ഈ വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടുവാൻ കർത്താവ് ഇടയാകട്ടെ. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.